ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാണ്. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വന്ന വീഡിയോ എന്ന് പറയുന്നത് ഫോൺ ഇൻഫർമേഷനെ കുറിച്ചാണ്. നമ്മുടെ ഫോണിലുള്ള ഇൻഫർമേഷനൊക്കെ, നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസുകൾ ഇവയെല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണിത്. അതായത് നമുക്ക് യാതൊരുവിധ ആപ്ലിക്കേഷൻ, യാതൊരുവിധ സോഫ്റ്റ്വെയറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാകും. നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യാറുണ്ട്, ഞാൻ യൂസ് ചെയ്യാറുണ്ട്, നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിനെ കുറിച്ച് യാതൊരുവിധ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതിൻ്റെ ഹാർഡ്വെയർ സിസ്റ്റം എന്താണെന്ന്, സോഫ്റ്റ്വെയർ സിസ്റ്റം എന്താണെന്ന് ഒന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഫോണിൻ്റെ EMI നമ്പറാണ്. EMI നമ്പർ ഉപയോഗിച്ച് മാത്രമേ നമ്മുടെ ഫോണിൻ്റെ യഥാർത്ഥ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അതിനായിട്ട് EMI നമ്പർ വേണമെന്ന് പറയുന്നത്. EMI നമ്പർ നമുക്ക് ഫോണിൽ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ഫോണിൻ്റെ EMI നമ്പർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക. ഡയൽ പാഡ് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൽ *#06# എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ EMI നമ്പർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ വരുന്നതായിരിക്കും ആ EMI നമ്പർ. നിങ്ങളുടെ ഫോണിൽ 2 സിം യൂസ് ചെയ്യുന്ന, അതായത് ഡബിൾ സിം യൂസ് ചെയ്യുന്ന ഫോണാണെങ്കിൽ 2 EMI നമ്പർ കാണും. 1 സിം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 EMI നമ്പറേ കാണുള്ളൂ. അല്ലാത്ത മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ എബോ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എബോ ഡിവൈസ് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ EMI നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത്, അതായത് ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തായിട്ട് നിങ്ങൾക്ക് EMI നമ്പർ കാണാം. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ ഫോണിൽ EMI നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്യുക വയ്ക്കുകയോ അല്ലെങ്കിൽ എഴുതി വയ്ക്കുകയോ ചെയ്യുക. അത് നോട്ടിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സൈറ്റാണ്. ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ക്രോം ബ്രൗസറോ UC ബ്രൗസറോ, നിങ്ങൾ ഏത് ബ്രൗസറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ബ്രൗസർ വഴി നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് കയറുക. ഇനി നമ്മുടെ ഫോണിൻ്റെ ഇൻഫർമേഷനുകളും ഡീറ്റെയിൽസുകളും അതല്ല നമ്മുടെ ഫോണിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത് നമുക്കൊരു വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ്. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം സെർച്ച് ബാറിൽ EMI ഇൻഫർമേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. EMI ഇൻഫർമേഷൻ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കാണുന്ന ലിങ്ക് വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. അതിനുശേഷം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു പേജിലായിരിക്കും കിടക്കുന്നത്. അതിൽ നിങ്ങൾ EMI ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും EMI ഇൻഫർമേഷൻ എന്നൊരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകും. അവിടെ നിങ്ങൾക്ക് എൻ്റെ EMI എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ഫോണിൻ്റെ EMI ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ EMI എൻ്റെ ഇതിൽ ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് താഴെ I am not a robot എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ I am not a robot എന്നുള്ള ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാപ്ച വരികയാണെങ്കിൽ നിങ്ങൾ ക്യാപ്ച ഫില്ല് ചെയ്തതിന് ശേഷം I am not a robot എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ടിക്ക് മാർക്ക് വരും. അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ ചെക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ ഇവിടെ വരും. നിങ്ങളുടെ കാണാൻ സാധിക്കും. എൻ്റെ ഫോൺ എന്ന് പറയുന്നത് SMG 355H എന്നൊരു മോഡലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഫോണിൻ്റെ മോഡൽ നമ്പർ. ബ്രാൻഡ് എന്ന് പറയുന്നത് സാംസങ് ബ്രാൻഡാണ്. EMIയുടെ ഇൻഫർമേഷനുകൾ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫോണിൻ്റെ ഒരു ഇമേജും പിക്ചറും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്ന് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസുകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ടൈപ്പ് സ്മാർട്ട് ഫോൺ, ഡിസൈൻ ക്ലാസിക്, റിലീസ് ചെയ്ത വർഷം 2014 ജൂണിലാണ് എൻ്റെ ഈ ഫോൺ റിലീസ് ചെയ്തത്. ഡ്യുവൽ സിം ആണ്. അതുപോലെ തന്നെ മൈക്രോ സിം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതർ ഓപ്ഷൻ 4G സപ്പോർട്ട് ചെയ്താണെങ്കിൽ 4G സപ്പോർട്ട് ചെയ്തതായിട്ട് കാണിക്കും. LT സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അത് വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ വോൾട്ട് സപ്പോർട്ട് ചെയ്തതായിട്ട് കാണിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ എല്ലാ ഇൻഫർമേഷനുകളും ഇവിടെ കാണാൻ സാധിക്കും. എത്ര വെയിറ്റ് ആണ് ബാറ്ററി, ഇത് ലിയോൺ ബാറ്ററിയാണ്, എത്ര mAh ആണ് ബാറ്ററി എന്നുള്ളതും, ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്ന റോം, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ഇന്ത്യൻ മെമ്മറി എത്രയാണ്. ഇതിൻ്റെ 4GB എന്ന് കാണാൻ സാധിക്കും. മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന എത്ര മെമ്മറി വരെ സപ്പോർട്ട് ചെയ്യും, അത് എത്ര GB SD കാർഡ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് കാണാൻ സാധിക്കും. എൻ്റെ 64GB ആണ്. നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച്, നിങ്ങളുടെ ഈ മോഡൽ അനുസരിച്ച് നിങ്ങളുടെ ഫോണിൽ വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. എൻ്റെ റാം മെമ്മറി എന്ന് പറയുന്നത് 512 MB ആണ്. നിങ്ങളുടെ ഫോണിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എൻ്റെ KitKat വേർഷനിൽ ഓടുന്ന ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഫോണാണ്. 4.4 KitKat വേർഷനാണ്. അതുപോലെ CPU സ്പീഡ് എന്ന് പറയുന്നത് 1200 മെഗാഹെർട്സ് ആണ്. അതായത് 1.2 GHz ആണ് എൻ്റെ CPUസിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം CPUയുടെ സ്പീഡ് കൂടുതലുള്ള ഒരു ഫോണാണ് നിങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, അപ്പോൾ 2 GHzൻ്റെ ഉള്ളതൊക്കെ ഫോണാണ് എങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകുന്ന. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള OS ആണ് നിങ്ങളുടെ ഫോണിലാണെങ്കിൽ എൻ്റെ KitKatൻ്റെ ഭാഗത്ത് നിങ്ങളത് ഓറിയോന്നോ
നോഗൗട്ട് ഒന്നോ ഓറിയൊന്നോ എന്നൊക്കെ ആയിരിക്കും കാണുന്നത്. ഇതിൻ്റെത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണല്ല, പഴയൊരു ഫോണാണ്. അതുകൊണ്ടാണ് എൻ്റെ കിറ്റ്കാറ്റ് വേർഷനിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് പോകുന്നത്, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ഏകദേശം ഹാർഡ്വെയർ സിസ്റ്റമും സോഫ്റ്റ്വെയർ സിസ്റ്റമൊക്കെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബേസിക് ഇൻഫർമേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലും കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാർഡ് റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെ, പലർക്കും പല സംശയമുണ്ട് നമ്മുടെ ഫോൺ എങ്ങനെയാണ് ഹാർഡ് റീസെറ്റ് ചെയ്യുന്നത്. കാരണം ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ചും മേക്ക് അനുസരിച്ച് ഹാർഡ് റീസെറ്റിംഗ് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മുടെ ഒരു ഫോണിൻ്റെ മോഡൽ നോക്കി മാത്രം നമ്മുടെ ഫോൺ ഹാർഡ് റീസെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ EMI നമ്പർ ഉപയോഗിച്ച് ഈ സൈറ്റിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഹാർഡ് റീസെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഹാർഡ് റീസെറ്റ് ചെയ്യേണ്ട എല്ലാ എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഹാർഡ് റീസെറ്റ് സാംസങ് SMG 355H, അതായത് ഗാലക്സി കുറേ ഈ ഫോൺ റീസെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹാർഡ് റീസെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ. അതായത് ഇമേജ് സഹിതം ഇവിടെ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്, ഹാർഡ് റീസെറ്റ് ചെയ്യേണ്ട ബട്ടൺസ് ഏതൊക്കെയാണ്, അത് എന്തൊക്കെ ചെയ്യണം, അത് വരുമ്പോഴത്തേക്കും ഏതൊക്കെ രീതിയിലാണ് ഹാർഡ് റീസെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഹാർഡ് റീസെറ്റ് ഫസ്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാനുള്ളത്, അത് സോഫ്റ്റ് റീസെറ്റ് എങ്ങനെ ചെയ്യാനുള്ളത്, അത് റിക്കവറി മോഡ് എങ്ങനെ എടുക്കാനുള്ളത്, ഡൗൺലോഡിംഗ് മോഡ് എങ്ങനെ എടുക്കാനാകും, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കി സെറ്റിങ്സുകൾ, ബാക്കി ഇൻഫർമേഷനുകൾ, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ലാംഗ്വേജ് എങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ലാംഗ്വേജ് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്നൊരു ഓപ്ഷൻ, ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ അതൊക്കെ എടുത്ത് അത് ഫോട്ടോസ്, അത് ഇമേജ് സഹിതം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് അടുത്തായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഡേറ്റ റിക്കവറി ആഫ്റ്റർ ഡിലീറ്റ്. നിങ്ങളുടെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഫോൺ ഹാർഡ് റീസെറ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഫാക്ടറി റീസെറ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് ഏതെങ്കിലും ഫയലുകൾ ഡിലീറ്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ റിക്കവറി ആഫ്റ്റർ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും എങ്ങനെയൊക്കെയാണ് ഡേറ്റ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അൺഡിലീറ്റഡ് റിക്കവറി ഫയൽസ് ആൻഡ് ഡേറ്റാസ്, അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇത് മുകളിൽ കാണാൻ സാധിക്കും ഫോൺ മസ്റ്റ് ബി റൂട്ടഡ്. നിങ്ങളുടെ ഫോൺ റൂട്ട് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡേറ്റാസ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, നല്ലൊരു ആപ്ലിക്കേഷനാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോൺ ഇൻഫർമേഷൻ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഫേംവെയർ ചേഞ്ച് അപ്ഡേറ്റ്, നിങ്ങളുടെ സോഫ്റ്റ്വെയർ എങ്ങനെ ചേഞ്ച് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, അതിനുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേംവെയർ ചേഞ്ച് ആൻഡ് അപ്ഡേറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫേംവെയർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇമേജ് സഹിതം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങളുടെ ഫോണിൽ തന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ആ രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഇവിടെ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് റൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ റൂട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ എങ്ങനെയാണ് റൂട്ട് ചെയ്യുന്നത്, ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് റൂട്ട് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് റൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും USB ഡ്രൈവേഴ്സ് ഉപയോഗിച്ച്, ഓഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓട്ടോ റൂട്ട് ഫയൽ ഉപയോഗിച്ച്, ഈ 3 സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോൺ റൂട്ട് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോണിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് ഈ ഒരു EMI നമ്പർ ഉപയോഗിച്ച് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഇതൊരു ചെറിയൊരു ഇൻഫർമേഷനായിട്ട് കണക്കാക്കരുത്. നിങ്ങൾക്ക് ഫോണിൽ ഏറ്റവും അത്യാവശ്യമായി നിങ്ങൾക്ക് നോക്കേണ്ട ചില കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ ഫോൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ നല്ല ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് അപ്സ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാവുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വാറണ്ടി ചെക്ക് എന്നുള്ളൊരു ഓപ്ഷനിൽ കാണാൻ സാധിക്കും. പർച്ചേസ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് എത്ര വർഷം വരെയാണ് നിങ്ങളുടെ വാറണ്ടി ഉണ്ടായിരുന്നത് എന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു ചെറിയൊരു ഇൻഫർമേഷൻ അല്ല ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത്. നിങ്ങളുടെ ഫോണിൽ അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സൈറ്റാണിത്. നിങ്ങളുടെ EMI നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചെറിയൊരു ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് ആണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തതും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ ബൈ.